കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം. വോട്ടർമാരെ എത്തിക്കുന്നതിനായി വന്ന വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. കോൺഗ്രസും വിമത സ്ഥാനാർത്ഥികളും തമ്മിലാണ് ഇവിടെ സഹകരണ ബാങ്കിൽ മത്സരം നടക്കുന്നത്. രാഹുൽ കെ വി വിവരങ്ങളുമായിട്ട്. രാഹുൽ, സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടോ? ഇതെങ്ങനെയാണ് വലിയ വിമത പോരാട്ടവും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തിയത്? ദീപിഷ, ചേവായൂർ സഹകരണ ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ പോലും ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും സ്ഥിതിഗതികൾ അങ്ങനെയല്ല എന്നതാണ്. തീപാറും പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. കോൺഗ്രസിൻ്റെ പാനലും കോൺഗ്രസ് വിമത പാനലും തമ്മിലുള്ള മത്സരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഘർഷത്തിൻ്റെ വക്കോളം എത്തിയിരുന്നു. വോട്ടേഴ്സ് ID വിതരണ സമയങ്ങളിൽ പോലും. ഇന്ന് രാവിലെ വോട്ടർമാരെ ബൂത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ട വാഹനങ്ങൾക്ക് നേരെയാണ് കല്ലേറുണ്ടായത്. ആദ്യം അത്തോളിയിൽ വെച്ചും പിന്നീട് വെങ്ങളത്ത് വെച്ചുമാണ് വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായത്. പോലീസ് ഏതായാലും വിഷയങ്ങളിലൊക്കെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ നേരിട്ട് വന്ന് കോൺഗ്രസിന് വേണ്ടി, കോൺഗ്രസ് പാനലിന് വേണ്ടി പ്രചരണം നടത്തിയ ഒരു സ്ഥലം കൂടിയാണെന്നതാണ്. വിമതരായി നിൽക്കുന്ന ആളുകളെ വിമതപക്ഷം വിജയിക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ ജീവിക്കാൻ പോലും അനുവദിക്കില്ല എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തിരുന്നു. കള്ളവോട്ട് ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. ദിവിഷ, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ പോലും ഇല്ലാത്ത അത്രയും ആവേശമാണ് ഈ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് പുറത്ത് ഉള്ളതെന്നതാണ്. കള്ളവോട്ട് ആരംഭിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ ബൂത്തിന് പുറത്ത് പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കുന്നു എന്നതാണ്. MK രാഘവൻ MP ഉണ്ട്, T സിദ്ദീഖ് ഉണ്ട്, K ജയന്ത്, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അടക്കം ബൂത്തിന് പുറത്ത് പ്രതിഷേധിക്കുന്നു. രാഘവട്ടൻ്റെ പ്രതികരണത്തിലേക്കാണ്. രാഘവട്ട, എന്താണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഈ പോളിംഗ് ബൂത്തിന് പുറത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് പ്രതിഷേധിക്കാൻ കാരണം? അല്ല, അതിൽ സാധാരണ ലെഡ്ജർ നോക്കിയിട്ടാണ് ഈ വോട്ടർമാരുടെ ഐഡൻറ്റിറ്റി തീരുമാനിക്കേണ്ടത്. ഈ കൊണ്ടുവന്ന കാർഡ് ഒറിജിനലാണോ അല്ല ബോഗസ് ആണോ എന്ന് തിരിച്ചറിയുക എങ്ങനെയാണ്? ലെഡ്ജർ വെച്ച് നോക്കിയിട്ടാണ്. ആ ലെഡ്ജർ വെച്ച് നോക്കി ആളുകളുടെ ഉള്ളിൽ കടത്താൻ ഇവർ തയ്യാറാകുന്നില്ല. മറിച്ച് വരുന്ന എല്ലാ വ്യാജ കാർഡുകളും അങ്ങോട്ട് കയറ്റിവിടുകയാണ്. അപ്പോൾ വളരെ ബോധപൂർവമായി കള്ളവോട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നു, പോലീസ് കൂട്ടുനിൽക്കുന്നു. അതിലുപരി ഞങ്ങളുടെ വരുന്ന വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു. ഇപ്പോൾ 8ഓളം വാഹനങ്ങൾ അടിച്ചു തകർത്തു. ആലോചിക്കണങ്ങൾ. ഈ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞതൊക്കെ വിമതപക്ഷമാണെന്നാണ്. അതെല്ലാം വരുന്ന വോട്ടർമാരെ, യഥാർത്ഥ വോട്ടർമാരുടെ നേരെ കല്ലെറിയുന്നു, വാഹനം അടിച്ചു പൊളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോലീസിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞങ്ങൾ കമ്മീഷണർ എത്രയോ തവണ രാവിലെ വിളിച്ചു. ഇന്നലെ കമ്മീഷണർ പോയി കണ്ടു, IGയോട് സംസാരിച്ചു. പക്ഷെ അവരാരും തന്നെ ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ആളുകൾ, ക്രമസമാധാനം പാലിക്കേണ്ട ആളുകൾ അവിടെ കൺമുന്നിൽ വെച്ച് വണ്ടികൾ ആക്രമിക്കപ്പെടുന്ന കണ്ടിട്ട് പോലും പോലീസ് ഇറങ്ങുന്നില്ല. കയ്യം കെട്ടി നോക്കിയാൽ കാണും. കമ്മീഷണറോട് നീ എത്രയോ തവണ സംസാരിച്ചു. അപ്പോൾ ഇത് ഒരു സഹകരണ ജനാധിപത്യത്തെക്കുറിച്ച് പുറപ്പുറം കയറി പ്രസംഗിക്കുന്ന ആളുകളാണ് ഇവർ. നിങ്ങൾ ആലോചിക്കണം, ആ ആളുകൾ വളരെ പരസ്യമായി ഇത് അട്ടിമറിക്കപ്പെടുന്ന ആലോചിക്കണം. കോൺഗ്രസ് വിമതര് CPM പിന്തുണയിലാണ് എന്നാണ് അല്ലേ? അതെ, CPM സപ്പോർട്ട് കൂടി ഇതെല്ലാം ചെയ്യുന്നത്. കോൺഗ്രസ് പുറത്താക്കിയിട്ടുള്ള ആളുകൾ, ആ ആളുകളെ CPM പിന്തുണക്കുന്നു. DCC പ്രസിഡന്റ് കൂടിയുണ്ട്. പ്രവീണേട്ടാ, നിങ്ങളെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പുറത്തിരിക്കുന്നു, നിങ്ങൾക്ക് വിമതരായി ഉള്ള ആളുകൾ അകത്തും. അത്രയും ശക്തരാണോ നിങ്ങളുടെ വിമത പാനല്? വിമതരൊന്നുമല്ല, കോൺഗ്രസിന്റെ വോട്ടാണ് 100% വോട്ട് ഇതിനകത്ത്. വിമതർക്ക് അതിനകത്ത് 5% വോട്ടില്ല. CPM എന്ന് പറഞ്ഞ പാർട്ടി ഈ വൃത്തികേടിന് മുൻകൈ എടുത്തില്ലെങ്കിൽ ശരി